യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. രാഹുൽ മങ്കുടത്തിൽ എംഎൽഎ രാജി പ്രഖ്യാപിച്ചതു മുതൽ സംഘടനാ തലപ്പത്ത് ആളില്ലാത്ത അവസ്ഥയാണ്. ഇതിനു പിന്നാലെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നിലപാടുകൾ യുക്തിപരമായി അവതരിപ്പിക്കുകയും എതിരാളികളെ കൊണ്ടുപോലും അത് അംഗീകരിപ്പിക്കുകയും ചെയ്യുന്ന വാക്ചാതുര്യമുള്ള നേതാവാണ് അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അദ്ദേഹം സുതാര്യമല്ലാത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് കാരണമാണ് രാഹുൽ മങ്കുടത്തിന് പിന്നിലായി പോയതെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മങ്കുടത്തിൽ രാജിവെച്ചപ്പോൾ അബിൻ വർക്കിയെ പകരക്കാരനായി പരിഗണിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇവർ വാദിക്കുന്നു. രാഹുൽ മങ്കുടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നത ഇത് സൂചിപ്പിക്കുന്നു. രാഹുൽ രാജിവെച്ച് 6 ദിവസമായിട്ടും പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് സംഘടനാപരമായ വലിയ ദൗർബല്യമാണ്. നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷമായത്. സംസ്ഥാനത്ത് അഭിപ്രായ ഐക്യമുണ്ടാക്കി ഒറ്റ പേര് ദേശീയ നേതൃത്വത്തിന് സമർപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. എന്നാൽ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്നും അതാണ് സംഘടനാപരമായ കീഴ്വഴക്കമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പരിഗണിച്ചില്ലെങ്കിൽ സ്ഥാനമൊഴിയുമെന്ന നിലപാടിലാണ് അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗവും അബിൻ വർക്കി അധ്യക്ഷനാവണമെന്ന നിലപാടുകാരാണ്. അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്വം രാജിവെക്കുമെന്നുള്ള അവരുടെ നിലപാട് KPCC നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അബിൻ വർക്കിയെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തല വീണ്ടും ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുണ്ട്. രാഹുൽ മങ്കുടത്തിൽ രാജി പ്രഖ്യാപിച്ച ദിവസം തന്നെ ചെന്നിത്തല ഈ ആവശ്യം കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് മുൻപിൽ ഉന്നയിച്ചിരുന്നു. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒരാൾക്കൊരു പദവി എന്ന തത്വം പരിഗണിച്ച് രാഹുൽ മങ്കുടത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്നും നേരത്തെ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ MLA ആയി വിജയിച്ചതിനു ശേഷവും രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു. എന്നാൽ അബിൻ വർക്കിയെ അധ്യക്ഷനായി പരിഗണിക്കുന്നതിൽ KC വേണുഗോപാലിന് താല്പര്യമില്ലെന്നാണ് അറിയുന്നത്. സാമുദായിക സമവാക്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചാൽ അബിൻ വർക്കിയുടെ സാധ്യത മങ്ങും. KM അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും തലപ്പത്ത് ആളില്ലാതെ ഒരു പ്രതിപക്ഷ യുവജന സംഘടന മുന്നോട്ട് പോകുന്നത് നാണക്കേട് തന്നെയാണ്. ഈ പ്രതിസന്ധി കാലത്തെ യൂത്ത് കോൺഗ്രസ് എങ്ങനെ അതിജീവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.